ജീവിക്കണ്ടാകും. ആരെ വിളിച്ചാൽ ഉടനെ അവരുടെ കൂടെ പോകാൻ നമ്മളങ്ങ് വിളിക്കുക. എന്നുവെച്ചാ കൊള്ളാമല്ലോ. വലിയ ഡ്രാമയാ. ഇലക്ട്രിസിറ്റി ബോർഡുകാർ അവിടെ ഇരിക്കുക. ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ കൂടെ പോകാൻ ഇരിക്കുകയാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡുകാരെ കറണ്ട് ഇല്ലെന്ന് പറയാൻ വെച്ചാൽ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ കൂടെ പോകാൻ ഇരിക്കുക. കഥ വീട്ടിലൊക്കെ കഥയുണ്ടാക്കി ഇങ്ങനെ ഇരിക്കുക, നോക്കി ഇങ്ങോട്ട് നോക്കി ഇരിക്കുക. അവൻ ഓടിയൊന്നും ഇല്ലെന്ന് തോന്നി അമ്മമാർക്കൊന്നും. വേറെ ഒരു വഴിയില്ല, ഇങ്ങോട്ട് നോക്കി ഇരിക്കുക. ദീപാവലിപ്പണിക്കർ എന്തോ ചെയ്യുന്നത്? ദീപാവലിപ്പണിക്കർ ആരെ വിളിക്കുന്നത്? ദീപാവലിപ്പണിക്കർ ഇങ്ങോട്ട് പോയി? ദീപാവലിപ്പണിക്കർ അടുക്കളയിലോട്ട് പോയോ? ദീപാവലിപ്പണിക്കർ അമ്മ അടുക്കളയിലോട്ട് പോയോ? അപ്പോൾ ഞാൻ കറണ്ട് കളയും. അടുക്കളയിലോട്ട് പോകുന്നെങ്കിൽ കറണ്ട് കളയും. പിന്നെ ഇങ്ങോട്ട് വെട്ടപ്പെട്ട് വരുമ്പോൾ കറണ്ട് വരും. അത് പല പല വേലകൾ. അതൊന്നും ഒരു വേലകളൊക്കെ അതൊന്നും വേറെ ആരാ? അങ്ങോട്ട് പോയോ വേറെ ആരാ? ഇങ്ങോട്ട് വരുന്നത് വേറെ ആരുണ്ട്? എനിക്ക് കൊച്ചിലെ ഡ്രാമകളാണ്. എന്താ ഡ്രാമ കാണുമ്പോൾ വെച്ചാൽ ഡ്രാമയോട് ഡ്രാമയാണ്. പിന്നെ കുളിമുറിക്കകത്ത് കയറിയ ആള് മാറും. കുളിമുറിക്കകത്ത് കയറിയ പിന്നെ ആള് മാറിയാണ് ഇറങ്ങുന്നത്. എന്തൊരു മാറ്റിക്കാണ്. കുളിമുറിക്കകത്ത് പിന്നെ കയറുന്ന ആളല്ലേ ഇറങ്ങി വരുന്നത്. കുളിമുറിക്കകത്ത് കയറുന്ന ആളല്ലേ ഇറങ്ങി വരുന്നത്. എനിക്ക് പല പല ഡ്രാമയാണ്. പിന്നെ പല പല കള്ളത്തര ഡ്രാമകളാണ്. കുളിമുറിക്കകത്തൂടെ പോകുന്ന ആളല്ലേ ഇറങ്ങി വരുന്നത്. കുളിമുറിക്കകത്തൂടെ എങ്ങോട്ട് പോകുന്നു? കുളിമുറിക്കകത്തൂടെ എങ്ങോട്ട് പോകുന്നു? കുളിമുറിക്കകത്ത് കയറുന്ന ആളല്ലേ ഇറങ്ങി വരുന്നത്. പിന്നെ ഭയങ്കര പല പല കഥകളാണ്. കുളിമുറിക്കകത്തല്ലേ കയറുന്ന ആളല്ല, കുളിമുറിക്കകത്തോട്ട് കയറുന്ന ആളല്ലേ ഇറങ്ങി വരുന്നത്. കുളിമുറിക്കകത്തോട്ട് കയറുന്ന ആള് കഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ നോട്ടിക്കകത്ത് ആഴ്ച മൂന്നിരട്ടി അപ്പൊ വേറെ ആളെ ഇറങ്ങി വരുന്നത്. അതിനകത്ത് വരുന്നത് വേറെ ആൾ. ഇതെല്ലാം ആ ഡ്രാമകൾ വെച്ചിട്ടോ കുളിമുറിക്കകത്തോട്ട് ആ ഡ്രാമ മാജിക് ബോക്സ്. കുളിമുറിക്കകം മാജിക് ബോക്സ്. മാജിക് നടത്തുക. മുതുകാടിനെക്കാട്ട് വലിയ മാജിക്കാണ്. മുതുകാടിനെക്കാട്ട് വലിയ മാജിക് എവിടെ? കുളിമുറിക്കകത്ത് നടക്കും. ബോക്സിനകത്തോട്ട് കയറിയാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ വേറെ ആളാവും. ആള് പെണ്ണാവും. അങ്ങനെയൊക്കെയുള്ള മാജിക് എവിടെ? കുളിമുറിക്കകത്തോട്ട് കയറിയാൽ ആള് പോകുന്ന ആളുടെ തിരിച്ചിറങ്ങി വരുന്നത്. മുതുകാട് നടത്തുന്നുള്ള മാജിക്കാണ് മുതുകാട്. മനസ്സിലാവുന്നില്ല. മുതുകാടന്മാരിരിക്കുക. മുതുകാടന്മാര് കുറെ മുതുകാടുകളുണ്ട് ഇവിടെ. മാജിക് നടത്തുന്ന മുതുകാടുകൾ. കുളിമുറിക്കകത്തോട്ട് പോകുന്ന ആളല്ലേ ഇറങ്ങി വരുന്നത്. ഇതൊക്കെ എങ്ങനെ ഭയങ്കര എഡിറ്റിംഗ് ഡ്രാമകളാണ്. കഥകളുണ്ടാക്കുക. കഥകൾ ഇങ്ങനെ നോക്കിയിരിക്കുക. ദീപാവലിപ്പണിക്ക് എന്ത് ചെയ്യുന്നു? പോകുന്ന ആളല്ലേ ഇറങ്ങി വരുന്നത്. അങ്ങനെ പല പല കഥകളാണ്. എന്തെല്ലാം കഥകൾ കാണണം. ഇതാണ് ആളുകൾ വരിക. നമ്മുടെ ക്യാമറ എല്ലാം ഹാക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് ആളുകൾ ഒത്തിരി കയറുന്നു. അങ്ങനെയൊക്കെയാ കൂട്ടിയിരിക്കുക. ജീവിക്കാൻ കഴിയുന്ന ആളുകൾ ഇങ്ങോട്ട് വരുന്നത് കഥകൾ. പല പല കഥകളാണ്. ഇങ്ങോട്ടും വിളിക്കാനൊക്കത്തില്ല. ഇലക്ട്രിസിറ്റി ബോർഡുകാരെ വിളിച്ചാലും പറയും നമ്മൾ ആരാന്റെ ആളുകളെ വിളിക്കുന്നു. ഇവിടെ നമ്മൾ അന്ന് പോയ അവരുടെ കൂടെ അങ്ങ് പോവാ. കഥകൾ ഉണ്ടല്ലോ. കഥകളെല്ലാം സന്തോഷമാണ്. സന്തോഷമാണ്. ഇങ്ങോട്ടൊക്കെ പോയെന്ന് അങ്ങോട്ടോട്ട്. ഇങ്ങോട്ട് പോകാനാ ഈ വയസ്സിന്റെ കഥയെ കൊണ്ടിട്ടുള്ളതാണ്. മക്കളൊന്നും പോകേണ്ട കാര്യമില്ല. ഇതൊരു കഥകളാണ്. ഇതെല്ലാം ഇത് കഥകളാ. കണ്ടിതുപോലായിരുന്നു. രാത്രി പാതിരാത്രിക്ക് സുബ്രഹ്മണ്യന്റെ ഒരു മോനങ്ങ് നടപ്പായിരുന്നു. അവന് ഉറക്കമില്ലായിരുന്നു തോന്നുന്നു. അവന് ഉറക്കമില്ലാതെ 2-ാം മണിക്കും 3-ാം മണിക്കും 4-ാം മണിക്കും എല്ലാം നടക്കുകയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ അവന്റെ വഴി ഇതിന്റെ മുന്നിൽ കൂടെ എന്റെ വീടിന്റെ മുന്നിൽ കൂടെ കിടക്കുന്നെങ്കിൽ വൈകി അത് പാതിരാത്രിക്കൊക്കെ നടക്കുക. എന്നിട്ട് ഇങ്ങോട്ടാ വരുന്നത്. ദീപാവലിപ്പണിക്കാൻ വരുന്ന വഴിയാണ് പറയുന്നതന്നെ. എന്നെ കുറിച്ച് കഥ ഉണ്ടാക്കുന്നു പറയുന്നതന്നെ. 200 പ്രാവശ്യം ജീവിതത്തിൽ കഥ ഉണ്ടാക്കുന്നു. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡുകാരെ വിളിച്ച കണ്ടവന്മാരെ വിളിക്കുന്നതാണോ? തോന്നാതെ എടുക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡുകാരെ വിളിച്ച കണ്ടവനെ വിളിക്കുന്നതാണോ? ഞാൻ കച്ചറിയിൽ പോയാൽ കണ്ടവനെ എടുക്കാൻ പോകുന്നതാണോ? തോന്നാതെ എടുക്കുന്നോ? തോന്നിയാസന്റെ കൈവച്ചേരാനായാലും തോന്നിയാസം എന്റെ അടുത്ത് കേൾക്കണ്ട. ഒരാളും വ്യക്താക്ക മതി. കൂടുതൽ കഥയൊന്നും ഉണ്ടാക്കണ്ട. ഒരാളും കഥ ഉണ്ടാക്കണ്ടെന്നല്ലേ പറഞ്ഞത്. ഇവന്റെ പറയും കഥ എന്നെ കുറിച്ച് ഉണ്ടാക്കണ്ടെന്നല്ലേ പറഞ്ഞത്. കഥ
ഉദ്യോഗം ഉദ്യോഗം വേണമെന്ന് നോക്കാൻ പറ. കഥ ഉണ്ടാക്കി 2020-ലും 2019-ലും സുബ്രഹ്മണ്യന്റെ മോനെ വഴി പാദയാത്രയ്ക്ക് വിട്ടേക്ക് ഇങ്ങോട്ട് കയറുന്നത് കഥ ഓൺലൈൻ 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 എന്ന് പറഞ്ഞത് എന്തോ ഓൺലൈനാ എന്തോ ഓൺലൈനാണത്. സുബ്രഹ്മണ്യന്റെ മോനെ സുബ്രഹ്മണ്യൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടോ? അവന്റെ പല്ലടിക്കാൻ പോകും. അവന്റെ കാല് കുട്ടിയാൻ പറ്റും ഇങ്ങോട്ട് കയറിയത്. സുബ്രഹ്മണ്യനും ഒക്കെ ഇങ്ങോട്ട് പെണ്ണുങ്ങളൊക്കെ കഥ ഉണ്ടാക്കുന്നത് കഥയൊക്കെ അവന്റെ കയ്യിലിരിക്കട്ടെ കഥ ഇങ്ങോട്ട് കഥയൊന്നും ഉണ്ടാക്കുന്നു പറയാം. അമ്മമാരോട് പെണ്ണുങ്ങളെ കുറിച്ച് എന്താ ജീവിക്കണ്ടായോ? ഇങ്ങോട്ട് നോക്കിയിരിക്കാന് എന്റെ ക്യാമറ കൺട്രോൾ ചെയ്യാന് ഞാൻ നാട്ടുകാരൊക്കെ കാണിച്ചിട്ടുണ്ട്. അവര് ചോദിച്ചിട്ടുണ്ട് ഇതെന്താ പൊട്ടി കൊടുക്കാത്തത്. തോന്നിയാതെടുക്കണോ? ക്യാമറ ക്യാമറ തോന്നിയാതെടുക്കണോ? തോന്നിയാസം കാണിക്കണോ എന്റെ ക്യാമറ? എന്റെ ക്യാമറ തോന്നിയാസം കാണിക്കണോ? എഡിറ്റ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് റെഗുലറായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ആർക്കും മനസ്സിലാവുന്നില്ല വിചാരിച്ചോ? തോന്നിയാസം എടുക്കണോ? ഏതായാലും രോഗം ഉടനെ ബന്ധുവാണ് രോഗം. സിജുപി എന്ന് പറയുന്നവര് എങ്ങോട്ട് കള്ളനാണെന്ന് നാട്ടുകാരുടെ പറയുന്നത്. കള്ളൻ കോടതി ചെന്നപ്പോ അവന്മാര് പറയുന്നത് കണ്ടവരെല്ലാം പറ്റിച്ച് പിടിച്ച് നടക്കുവാണ്. കോടതി ചെന്നപ്പോ അവന്മാരെല്ലാം പറയുന്നത് മുത് കള്ളനാണ്. മുത് കള്ളനാണ് പറയുന്നത്. കള്ളൻ എങ്ങാണ്ട് മുതുകള്ളം നടക്കുക. കോടതി ചെന്നവരെല്ലാം പറയുന്നത് മുത് കള്ളനാണ്. എങ്ങാണ്ട് കേട്ട കള്ളൻ കേട്ടത് എണ്ണാടിക്കള്ളൻ എങ്ങാണ്ട് കേട്ട പറഞ്ഞ കള്ളൻ എങ്ങാണ്ട് മുത് കള്ളൻ നാളിക്കള്ളൻ എങ്ങാണ്ട് മതിക്കാ കള്ളൻ ഇങ്ങോട്ട് കയറിയതാ. എങ്ങാണ്ട് കേട്ട കള്ളൻ നാട്ടുകാരും വീട്ടുകാരും പിന്നെ എല്ലാരും പറയുന്നത് മുത് കള്ളനാണെന്ന്. എങ്ങാണ്ട് മുത് കള്ളൻ എങ്ങാണ്ട് മുത് കള്ളൻ കോലുമുട്ടിയാൻ പറ്റുമോ?